നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2024 വിഷു മുതൽ 2025 വിഷു വരെയുള്ള ഒരു വിഷു വർഷത്തെ സമ്പൂർണ്ണ വിഷുഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. അശ്വതി മുതൽ ഉത്രാടം വരെയുള്ള നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് തിരുവോണം നക്ഷത്രക്കാരുടെ ഈ ഒരു വിഷു വർഷത്തെ സമ്പൂർണ്ണ വിഷുഫലത്തെ ഒന്ന് പരിശോധിച്ചു നോക്കാം. വിഷുഫലം പറയുമ്പോൾ ശൂലഷട്കാദി ഫലങ്ങൾ, ദേവതാഫലം, സമ്പൂർണ്ണ നക്ഷത്രഫലം എന്നിങ്ങനെ സംയോജിപ്പിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അതുവഴി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതോടൊപ്പം എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലായിട്ടുള്ള തീർത്ഥയാത്ര എന്ന ക്ഷേത്ര സംബന്ധമായിട്ടുള്ള അറിവുകൾ പകരുന്ന ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് പരിശോധിക്കുന്നത് തിരുവോണ നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ സമ്പൂർണ്ണ വിഷുഫലമാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് ദേവത ശിവഭഗവാനാണ്. അതുകൊണ്ട് തന്നെ മനോദുഃഖത്തിന് ഈ ഒരു വർഷം സാധ്യതയുണ്ട്. കൂടാതെ കുടുംബസുഖങ്ങൾക്ക് കുറവ് വരാനുള്ള സാഹചര്യവുമുണ്ട്. തിരുവോണ നക്ഷത്രക്കാർക്ക് അന്ത്യശൂലമാണ് വിഷുഫലത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയുധം കൊണ്ടും പശു പക്ഷി മൃഗാദികൾ കൊണ്ടുമൊക്കെ ദേഹത്തിൽ മുറിവ് പറ്റാനും ചതവ് പറ്റാനും ഒക്കെ സാഹചര്യം ഉണ്ടായേക്കാം. കൂടാതെ രോഗ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. കരുതലെടുക്കുക. ശിവക്ഷേത്രത്തിൽ പതിവായിട്ട് ദർശനം നടത്തുക. പറ്റുന്ന രീതിയിലൊക്കെ ശിവഭഗവാന് കൂവളത്തിലെയും മറ്റു പുഷ്പങ്ങളും ഒക്കെ സമർപ്പിക്കുക. ക്ഷേത്ര ദർശനം പതിവാക്കുക. ഇനി നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ കൂടി ഒന്ന് പരിശോധിക്കാം. തിരുവോണ നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു വർഷം തൊഴിൽപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതാണ്. മനസ്സിന്റെ സന്തോഷമൊക്കെ തിരികെ കിട്ടുന്ന വർഷമാണ്. ഔദ്യോഗികമായി പല രീതിയിലും നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വർഷം കൂടിയാണ്. എന്നാൽ വരവിനേക്കാൾ ചെലവ് അധികരിക്കാനുള്ള സാഹചര്യവുമുണ്ട്. ചെലവൊക്കെ ഒന്ന് ചുരുക്കി നടത്തുക. ഇഷ്ടപ്പെട്ട തൊഴിലിലൊക്കെ ഏർപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. വാഗ്ദാനങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. വാഗ്ദാനങ്ങളൊക്കെ പാഴാകാതെ ശ്രദ്ധിക്കേണ്ട വർഷമാണ്. ഒരു കാര്യത്തിലും ഭാഗ്യപരീക്ഷണങ്ങൾക്ക് ഈ വർഷം അനുകൂലമല്ല. വളരെ ആലോചിച്ച് മാത്രം എല്ലാ കാര്യങ്ങളിലും ഇടപെടുക. ബിസിനസ്സിലൊക്കെ മികവ് പുലർത്താൻ സാധ്യതയുള്ള വർഷമാണ്. സാമ്പത്തികമായി വിഷമതകൾ നേരിടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്നൊക്കെ അനുകൂല നടപടികളൊക്കെ ഉണ്ടായേക്കാം. യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. ആരോഗ്യപരമായി ചില വിഷമതകളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും രോഗ ദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന തിരുവോണ നക്ഷത്രക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു ശമനം ഉണ്ടാകാനും സാഹചര്യമുണ്ട്. വാഹനത്തിന് അല്പസ്വല്പം അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വന്നേക്കാം. ഭൂമി വിൽപ്പന തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകുന്നതാണ്. ഏജൻസി പ്രവർത്തനങ്ങളിലൊക്കെ ലാഭം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സന്താന ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. വിവാഹാലോചനയൊക്കെ നടക്കുന്നവർക്ക് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാനുള്ള സാഹചര്യമുണ്ട്. നല്ല ഉത്തമമായിട്ടുള്ള വിവാഹം നടക്കാനുമുള്ള സാഹചര്യമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരുന്ന ഒരു വിഷുവർഷത്തിലെ സമ്പൂർണ്ണ വിഷുഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. എൻ്റെ തീർത്ഥയാത്ര എന്ന ചാനൽ കൂടി ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അടുത്ത ദിവസം നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.